ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് ചാപ്റ്ററായ ഓഡിറ്റ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിളെ കുറിച്ചാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിറ്റ് അഷുറൻസ് എന്താണെന്നാണ്. ഓഡിറ്റ് അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദ ഓഡിറ്റർ ഇൻ ഹിസ് ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്നതാണ് അഷുറൻസ്. അതായത് ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യില്ലേ. നമ്മൾ നല്ല ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓഡിറ്റ് അഷുറൻസ് മീൻസ് ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദ ഓഡിറ്റർ. അതായത് ഓഡിറ്ററിൻ്റെ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഓഡിറ്റ് അഷുറൻസ് എന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്താണെന്ന്. അപ്പോൾ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് മെഷർ ദ ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. The authorities accept these standards as a criteria for judging the work of auditor. ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് പറയുന്നതാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന്. അപ്പോൾ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് പറയുന്നതാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന്. ഈ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഓഡിറ്റ് വർക്ക് ജഡ്ജ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓഡിറ്റ് വർക്കിൻ്റെ ജഡ്ജ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ഓഡിറ്റ് വർക്ക് ജഡ്ജ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോർമലി നമ്മൾ ഓഡിറ്റ് വർക്ക് ജഡ്ജ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AICPA, അതായത് ചാർട്ട് ICAIയുടെ AICPA എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ജനറൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. നോർമലി നമ്മുടെ ജനറൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സിന് നമ്മൾ മെയിനായിട്ട് 3 കാറ്റഗറൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റേഴ്സ്, സെക്കൻഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്, തേർഡ് പോയിൻ്റാണ് സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ജനറൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റേഴ്സ്. പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ആട്രിബ്യൂഷൻ ഓഫ് എ ഓഡിറ്റർ ഇൻ ഡിസ്ചാർജിങ് ദ ഡ്യൂട്ടി ആസ് ആൻ ഓഡിറ്റർ. അതായത് ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്കുള്ള ഡ്യൂട്ടീസിനെ അസൈൻ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സിനെയും അയാളുടെ പേഴ്സണൽ ക്വാളിഫിക്കേഷനാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്ററിൽ വരുന്നത്. ഈ പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്ററിനെ മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫിഷ്യൻസി ആസ് ഓഡിറ്റർ, സെക്കൻഡ് ഈസ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് തേർഡ് വൺ ഈസ് ഡ്യൂ പ്രൊഫഷണൽ കെയർ. These are the 3 major classification of a personal standard for auditors. First, let me move on first point, technical training and proficiency as auditor. അപ്പോൾ ഓഡിറ്റർ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഒരു ഓഡിറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അയാൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഓഡിറ്റ് വർക്കിനെ കുറിച്ചൊരു നോളജുള്ള പേഴ്സൺ ആയാൽ മാത്രമേ നമുക്ക് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റൈറ്റ് ജഡ്ജ്മെൻറ്റ് എടുക്കുക. വാരിയസ് മാറ്റർ ഒരു ഫേമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കറക്റ്റ് ജഡ്ജ്മെൻറ്റ് എടുക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഓഡിറ്റ് വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജഡ്ജ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓഡിറ്റ് പ്രിൻസിപ്പിൾസിനെയും അതേപോലെ തന്നെ സാമ്പിൾ സെലക്ഷൻ, കളക്ഷൻ ഓഫ് എവിഡൻസ്, അസൈൻമെൻറ്റ് വർക്ക്, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്, ഇതൊക്കെ കൺസേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ജഡ്ജ്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് മസ്റ്റായിട്ടൊരു ടെക്നിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ നിന്നായിരിക്കണം നമ്മൾ അതൊക്കെ വെച്ചിട്ടായിരിക്കണം ഡോക്യുമെൻറ്റ്സൊക്കെ ജഡ്ജ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. അതായത് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സിന് അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഡിസിഷൻസൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കണം.
The auditor, before expressing his opinion and financial statement, has to satisfy himself that his opinion would be independent. അതായത് നമ്മൾ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണതിന് മുന്നേ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യണം. അതാണ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്. റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാനും അതിൻ്റെ ഒപ്പീനിയൻസ് പറയാനുള്ള റൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡ്യൂ ടു പ്രൊഫഷണൽ കെയർ. ഡ്യൂ ടു പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ കെയർ മെയിനായിട്ട് നമ്മൾ ഷോ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കളക്ഷൻ ഓഫ് എവിഡൻസിൻ്റെ സെലക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയറിൻ്റെ ടൈമിൽ അതേപോലെ തന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസിലൊക്കെയാണ് ആളുടെ പ്രൊഫഷണൽ കെയർ ഓഡിറ്റർ പ്രൊഫഷണൽ കെയർ കാണിക്കേണ്ടത്. അപ്പോൾ അതാണ് പറയുന്നത് ദ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് റിക്വയർ ദ ഓഡിറ്റർ ടു എക്സസൈസ് ഡ്യൂ പ്രൊഫഷണൽ കെയർ ഇൻ കണ്ടക്ടിങ് ദ ഓഡിറ്റ്, കളക്ഷൻ എവിഡൻസ്, സെലക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ ആൻഡ് റൈറ്റിംഗ് ഹിസ് റിപ്പോർട്ട്. അതായത് ആ ടൈമിലൊക്കെ ആയിരിക്കണം റീസണബിൾ കെയറും കാര്യങ്ങളൊക്കെ ഓഡിറ്റർ എക്സസൈസ് ചെയ്യേണ്ടതാണെന്ന് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് പോയിൻറ്റ്, ഓഡിറ്റ് സ്റ്റാൻഡേർഡിൽ വരുന്ന സെക്കൻഡ് പോയിൻ്റാണ് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്. സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്കിൽ മെയിനായിട്ട് വരുന്നത് 3 കാറ്റഗറീസാണ്: പ്ലാനിംഗ് ആൻഡ് സൂപ്പർവിഷൻ, ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് സഫിഷ്യൻറ്റ് കോമ്പിറ്റൻറ്റ് എവിഡൻസ്. സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ ഫോർ ദ കളക്ഷൻ ഓഫ് ആക്ച്വൽ എവിഡൻസ് ടു കണ്ടക്ട് ഓഡിറ്റ്. അതായത് ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ് ഫീൽഡ് വർക്കിൽ പറയുന്നത്. അപ്പോൾ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈനെ പറയുന്നതാണ് ഫീൽഡ് വർക്ക് എന്ന്. അതിനകത്ത് വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് പ്ലാനിംഗ് ആൻഡ് സൂപ്പർവിഷൻ. പ്ലാനിംഗ് ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർലി പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഹോൾ വർക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, അതായത് കറക്റ്റ് ഡ്യൂട്ടി കറക്റ്റ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷനിൽ പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴായാലും കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സക്സസ്സിലേക്കായിരിക്കും എൻഡ് ചെയ്യുക. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ അകത്തും പറയുന്നത്. നമ്മൾ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർലി പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഓഡിറ്റ് ആകുമ്പോൾ ഒരുപാട് വർക്കുകൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കറക്റ്റ് സ്റ്റാഫിന് ഏത് ഡ്യൂട്ടി കൊടുത്താൽ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതനുസരിച്ച് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസൊക്കെ അസേർട്ടൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരു സൂപ്പർവിഷനും സ്റ്റാഫിനും കാര്യങ്ങൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ഈസ് പ്രൊസീജിയർ ഇറ്റ് സെൽഫ്. അതായത് ഓഡിറ്ററിന് സ്വയം ചെയ്യാവുന്നൊരു കാര്യമാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. The auditor should make proper study regarding the internal controlling system existing in the firm. അതായത് ഓഡിറ്റർ ആദ്യം തന്നെ ഓഡിറ്റ് ചെയ്യണതിന് മുന്നേ ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഫേമിൽ ഉണ്ടായിരുന്ന ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഏതാണെന്നുള്ളത് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ ഇൻറ്റേർണൽ കൺട്രോൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഇവാലുവേറ്റ് ചെയ്യും, അതിന് ഒരു എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഇൻറ്റേർണൽ കൺട്രോളിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ ഓഡിറ്റർ എക്സിസ്റ്റിംഗ് ഫേമിൽ ഏത് ഇൻറ്റേർണൽ കൺട്രോളിങ് സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുക. അതിനനുസരിച്ച് ആ ഇവാലുവേഷൻ പ്രോസസ്സിന് ശേഷം എന്ത് എക്സ്റ്റൻഷനാണ് ഇൻറ്റേർണൽ കൺട്രോളിൽ കൊടുക്കേണ്ടതെന്നുള്ളതും കൂടി കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ ഓഡിറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സഫിഷ്യൻറ്റ് കോമ്പിറ്റൻറ്റ് എവിഡൻസ്. സഫിഷ്യൻറ്റ് കോമ്പിറ്റൻറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ The independent audit is the result of gathering sufficient and adequate evidence for the better judgment. അതായത് നമ്മൾ ബെറ്റർ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും സഫിഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് പറയുന്നത് സഫിഷ്യൻറ്റ് കോമ്പിറ്റൻറ്റ് എവിഡൻസിൽ പറയുന്നത്. നമ്മൾ ഇങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ നോക്കുക, അത് ഇൻസ്പെക്റ്റ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അതേപോലെ തന്നെ കൺഫർമേഷൻ നടത്തുക. റീസണബിൾ ബേസിസിലല്ലേ ഓഡിറ്റ് വർക്കിന് അതെടുത്തിട്ടുള്ളതെന്നുള്ളത് കൺഫേമും ചെയ്യുക. അപ്പോൾ കോമ്പിറ്റൻറ്റ് എവിഡൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ ഗ്യാദർ ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് ജഡ്ജ്മെൻറ്റിന്. അതേപോലെ നമ്മൾ എപ്പോഴും എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ എവിഡൻസ് ആദ്യം തന്നെ ഗ്യാദർ ചെയ്യണം, അത് ഇൻസ്പെക്റ്റ് ചെയ്യണം, അത് ഒബ്സർവ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വണ്ണായിരിക്കണം നമ്മൾ അത് കൺഫേം ചെയ്യേണ്ടത്. അതാണ് സഫീഷ്യൻറ്റ് കോമ്പിറ്റൻറ്റ് എവിഡൻസിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് കാറ്റഗറി, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൻ്റെ തേർഡ് കാറ്റഗറിയായ സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് വർക്ക് കഴിഞ്ഞ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ടല്ലേ, കൺസൈസ് ആയിട്ടല്ലേ, അതേപോലെ തന്നെ ലോ അനുസരിച്ചിട്ടല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാണ് സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ട്രൂത്ത് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കണം ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ആർക്കായിരിക്കും, ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ആരാണോ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആ പേഴ്സൺ ആയിരിക്കണം റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം ഉണ്ടായിരിക്കുന്നത്, അത് ക്ലിയർ ആൻഡ് കൺസൈസ് ആൻഡ് യൂണിഫോമിറ്റി ഇല്ലെന്നായിരിക്കണം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഈ സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, കൺഫേമിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടല്ലേ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ട്രാൻസാക്ഷൻസൊക്കെ അക്കൗണ്ടിങ് റിപ്പോർട്ടിൻ്റെ ബേസിസിലല്ലേ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലല്ലേ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കൺഫോമിറ്റി വിത്ത് ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനായിട്ട് മാച്ച് ചെയ്തിട്ടാണോ പോകുന്നതെന്നുള്ളത് ആദ്യം തന്നെ കൺഫേം ചെയ്യുക. സെക്കൻഡ് വൺ പറയുന്നതാണ് കൺസിസ്റ്റൻസി ഇൻ അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇത് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ഒബ്സർവ്ഡ് ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ അണ്ടർ ദ ഓഡിറ്റ് ഇൻ റിലേഷൻ ദ പ്രിസീഡിങ് ഇയർ. അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിൻ്റെയും പ്രിസീഡിങ് ഇയറിൻ്റെയും അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നതാണ് ആഡ്വക്കസി ഓഫ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ. ആഡ്വക്കസി ഓഫ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷറിൽ പറയുന്നത് ആൻഡ് ഓഡിറ്റർ ടു ഡിസ്ക്ലോസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് എനി ഫിനാൻഷ്യൽ ഡാറ്റ കൺസിഡേർഡ് നെസസറി ഫോർ ഫെയർ പ്രസൻറ്റേഷൻ. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫെയർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണോണ്ട് പ്രോബ്ലം ഇല്ല. എന്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഫെയർ പ്രസൻറ്റേഷന് അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ആ റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഡാറ്റയുടെ റിപ്പോർട്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസോ കാര്യങ്ങളോ ഇല്ല. നെക്സ്റ്റ് പോയിന്റ് വരുന്നതാണ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ. എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫൈനൽ ഫേസിൽ വരുന്നത്. ദിസ് ഈസ് ദ ഫൈനൽ ഫേസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ദാറ്റ് ദ ഓഡിറ്റർ മേ ഐദർ ഗിവ് എ ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് ഹിസ് ഒപ്പീനിയൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ മേ ഡിസ്ക്ലെയിം ഹിസ് ഒപ്പീനിയൻ ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓഡിറ്റർക്ക് ആളുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയനിൽ വരുന്നത്. ഫിനാൻഷ്യൽ ഡാറ്റയിൽ അയാൾക്ക് എന്തെങ്കിലും മിസ്കൺവീനിയൻസോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ് ലാസ്റ്റ് ഫേസായ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. അപ്പം നമ്മൾ എന്താണ് ഓഡിറ്റ് അഷുറൻസ് നോക്കി, അതേപോലെ തന്നെ ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കിയത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് ഫസ്റ്റ് വൺ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡ് ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്, തേർഡ് ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. ദിസ് ആർ ദ മേജർ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.